ആ കാര്യങ്ങളൊക്കെ കുറേ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ മക്കൾ ചോദിക്കുന്നതെല്ലാം ഉടൻ നിറവേറ്റുന്നവരാകാതെ. ഇപ്പോഴത്തെ പിള്ളേരെ പറഞ്ഞില്ലേ, ഡിമാൻഡ് റെസ്പോൺസ് ഇമ്മീഡിയറ്റ് വേണം. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, ഒരു പോസ്റ്റ് ബട്ടൺ വേണം. എന്തിനാണെങ്കിലും അതിൻ്റെ ആവശ്യം എന്താണ്? അവിടെ പ്ലസ് മൈനസ് കണ്ടെത്താനായിട്ട് ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ കൊടുക്കാനായിട്ട് അതിനുള്ള സമയം, അവരുടെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം, ഈ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. 3 മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കൾക്ക് കൂടി ബോധ്യം കാണിക്കണം. നമ്മളിങ്ങനെ അകന്നു മാറിയതുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടായിരിക്കാം. അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചാലേ അവർക്ക് താല്പര്യപ്പെടുള്ളൂ. നമ്മൾ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അവർ സ്വാഭാവികമായിട്ട്. അപ്പം എത്ര വലിയ പിള്ളേരാണെങ്കിലും അവരെ ഒന്ന് വീട്ടിൽ ഇറങ്ങുമ്പോൾ അവരെ ഒന്ന് ബ്ലസ് ചെയ്ത് വിടുന്നു, ഒന്ന് ഹഗ് ചെയ്ത് വിടുന്നു, ഒന്ന് കിസ് ചെയ്ത് പറഞ്ഞയക്കുന്നു. അവരുടെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് അനുഭവിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനം ആവശ്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മക്കളുടെ തെറ്റുകൾ ന്യായീകരിക്കാൻ. ഇപ്പോൾ കോളേജിൽ വിളിച്ചു, എങ്കിലും പ്രശ്നമുണ്ടല്ലോ, എന്റെ കൊച്ചങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് കോളേജിലോ മാനേജ്മെന്റോ ടീച്ചേഴ്സിനില്ലാത്ത കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികളെ പിന്നെയും വേഴ്സാക്കുന്നു. എന്താണ് അതിന്റെ റിയൽ പിക്ചർ എന്നത് അറിയാനുള്ള ഒരു ക്ഷമയും സാവകാശവും നമ്മൾ പ്രകടിപ്പിക്കുക. 5 മക്കളുടെ ശാരീരിക ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്നവരാകാതെ. ഫിസിക്കൽ നീഡ്സ്, അവർക്ക് കുറെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് കുറെ വസ്ത്രം വാങ്ങാൻ കാശ് കൊടുത്തു, മൊബൈൽ ഫോൺ കൊടുത്തു. ഇത് മാത്രമല്ല കാര്യം, അവർക്ക് എന്താ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. എവിടെ പോയാലും എനിക്ക് വൈകുന്നേരം എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരണം. There is somebody waiting for me. എൻ്റെ വീട്ടിൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മച്ചിയുണ്ട്, ബാപ്പുച്ചിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അപ്പാപ്പയുണ്ട്, ഉമ്മാമയുണ്ട്, ഇവരൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്നുള്ള രീതിയിൽ ആ ഒരു ബീ ഫീലിംഗ്. ഒരുമിച്ച് അവരെ ചേർത്ത് നിർത്താനായുള്ള സന്ദർഭങ്ങൾ, എപ്പോഴെങ്കിലും ഒന്ന് അവർ ബർത്ത്ഡേ വരുന്നു, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യം ചെയ്യുന്നു, ഒരു വെഡിങ് ആനിവേഴ്സറി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു, ഒരു സിനിമ ഒരുമിച്ച് പുറത്തുപോയി കാണുന്നു, വലിയ വരുത്തണം. നമ്മൾ ഒരുമിച്ച് പോകാനായുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാകട്ടെ. അവരുടെ സാധ്യതകളിൽ കൂടുതൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കും. നമ്മുടെ മക്കൾക്ക് അവരുടെ കഴിവും അഭിരുചിയും അവരുടെ സാധ്യതകളും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ട്രൈ ടു നോ ഹു ആർ ദേ. അവരുടെ കഴിവുകളും സാധ്യതകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമം നിങ്ങൾ നടത്തുക. അതിനനുസരിച്ച് മാത്രം പ്രതീക്ഷിക്കുക. മൊബൈൽ ടൈം അത് കൃത്യമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഈ ഞങ്ങളുടെ കോൺവെന്റുകളിലൊക്കെ ഒരു സിസ്റ്റമുണ്ട്. രാത്രി 10 മണിയായാൽ മൊബൈൽ കൊണ്ടുവന്നത് മദറിൻ്റെ മുന്നിൽ ടേബിളിൽ വെച്ചിട്ട് പോകണം. പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക്. അത് ഒരു പക്ഷേ അതൊരു നിയന്ത്രണത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പിള്ളേരോടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലപോകാൻ നോക്കിക്കൊള്ളു, കാരണം പിള്ളേർ സമ്മതിക്കില്ല. ഇത് സംഭവിക്കുന്ന പ്രശ്നം ഈ കുട്ടികളിൽ നിന്ന് അവരുടെ ഈ ഉറക്കത്തിൻ്റെ റിതം മാറിപ്പോകുക. നമുക്ക് നോർമലായിട്ടുള്ള വ്യക്തിക്ക് 6 മണിക്കൂറെങ്കിലും ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടിയാലാണ് അവൻ്റെ ബ്രെയിനും അവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനും നമുക്ക് സഹായകരമായിട്ട് മാറും. ഇത് ഇപ്പോൾ പിള്ളേരെ മൊബൈൽ കണ്ട് അവർ ഉറങ്ങുന്നത് എപ്പോഴാണ്? 2 മണി 3 മണിയാകുമ്പോൾ ഉറങ്ങും. പിന്നെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അത് ക്ലാസ്സില്ലാത്ത ദിവസമാണെങ്കിൽ 10 മണി, ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ നിർത്തിയില്ലാണ്ടാകുമ്പോൾ 7 മണി. ഈ രീതിയിൽ പിന്നെ അവരവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഉറക്കം നഷ്ടപ്പെടുന്നതാണ് മിക്കവാറും പല പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് ഭവിക്കുന്നത്. അതുകൊണ്ട് മൊബൈൽ യൂസിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകും. അതിന് പല ആപ്പുകൾ, ഹൈഡിങ് ആപ്പുകളൊക്കെ ഉണ്ട്. അവരുപയോഗിക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാതിരിക്കാനായിട്ട് അത് മറച്ചു വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെ അവരുടെ കയ്യിലുണ്ട്. എൻ്റെ ഒരു പരിചയത്തിലുള്ള പയ്യൻ 9ാം ക്ലാസ്സുകാരൻ അമ്മൂമ്മയുടെ മൊബൈലിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവൻ ഫോണില്ലായിരുന്നു. അപ്പോൾ അവൻ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം ഏറ്റവും ആദ്യം കഴിച്ചു കൂടും അമ്മൂമ്മയുടെ മൊബൈലിലേക്ക്. അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, കാരണം ആ നേരത്തെങ്കിലും കൊച്ചുപോലെ അടുത്ത് വന്നിരിക്കുന്നുണ്ടാവും. അമ്മൂമ്മയുടെ മൊബൈൽ സ്മാർട്ട് ഫോണാണ്, അതിൽ ഇൻസ്റ്റാഗ്രാമായിട്ട് ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ മെസ്സേജ് അവരുടെ ക്ലാസ്സിൽ കുട്ടിക്ക് അയച്ചു. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിരുന്നു മെസ്സേജ്. 9ാം ക്ലാസ്സുകാരൻ അവൻ്റെ ക്ലാസ്സിലെ പെൺകൊച്ചിനെ അയച്ചാണ് ഒരുമിച്ച് സെക്സ് ചെയ്യാറുണ്ട്. അത് കിട്ടിയത് ആർക്കാണ്? ഈ പെൺകൊച്ചിൻ്റെ ചേട്ടനായിട്ട് +2കാരൻ. അവനും അവരുടെ കൂട്ടുകാരും കൂടി കൊണ്ടുവന്ന് ഇവരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ചാലക്കുടി പുഴയുടെ തീരത്ത് പോയി അവരെ ശരിക്കും പെരുമാറി അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോയിൽ അവർ കൺഫ്യൂസ് ചെയ്യുന്ന ഇതൊക്കെ എടുത്തു.
സ്കൂളിലേക്ക് എത്തി വലിയ വിഷയമായിട്ടുള്ള പിള്ളേർ എന്താ ചെയ്യേണ്ടത് പോലും നമുക്ക് അറിയില്ല. അപ്പൊ അമ്മ ടീച്ചറാണ്. അമ്മ പറയുന്നത് എന്റെ മോന് ഫോണില്ല. പിന്നെ പറയുന്നത് അപ്പോഴാണ് അമ്മയുടെ ഫോണിൽ നിന്നാണ് ഈ കടകളിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ പിള്ളേരെ ശ്രദ്ധിച്ചോളൂ. മക്കളെ താല്പര്യപ്പെടുത്തേണ്ട, മക്കളെ ശ്രമിക്കാൻ ഇനിയും അല്പസമയം മാറ്റിവെക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, ഒന്നിച്ച് പഠിക്കാൻ ഇനിയും സമയവും നേരങ്ങളിൽ കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ ഒരു ചെടി ചുടർന്നു ഒരു